ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു അടിപൊളി മാങ്ങ അച്ചാർ തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനൊരു 5 വലിയ മാങ്ങ കഴുകി വൃത്തിയാക്കി തുടച്ച് ഒട്ടും വെള്ളം തന്നെ ഇല്ലാതെ പീസാക്കി വെച്ചിരിക്കുകയാണ്. ഒരു വലിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞത്, 4 പച്ചമുളക്, ഒരു 2 വലിയ വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പില, കടുക് കുറച്ച് പൊടിച്ചത്, കായപ്പൊടി. ഇത്രയാണ് ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്ന സാധനങ്ങൾ. ആദ്യം നമുക്ക് പാൻ ഒന്ന് ചൂടാക്കാൻ അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്, നല്ലെണ്ണ. നല്ലെണ്ണ ചൂടായി വന്ന് ഇനി നമുക്ക് കടുക് പൊട്ടിച്ചു കൊടുക്കാം. കറിവേപ്പിലയിട്ട് ആദ്യമേ നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അച്ചാറിടുമ്പം വെളുത്തുള്ളി ആദ്യം തന്നെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അത് കുറച്ച് വഴന്ന് വന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോഴേ ഇഞ്ചി ഇടാവൂ. വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറി. ഇനി നമുക്കതിലോട്ട് ഇഞ്ചി പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതും ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇതൊന്ന് മൂത്ത് വരുന്നത് വരെ ഇളക്കണം. നമുക്ക് തീയൊന്ന് കുറച്ച് വെച്ച് ഇതെല്ലാം നല്ല മൂത്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഇഞ്ചിയും വെളുത്തുള്ളി നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. അതിനെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ചെറു തീയിൽ കളറൊക്കെ പോകുന്നവരെ ഒന്ന് മൂപ്പിക്കുക. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആകട്ടെ. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്ന് മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും പച്ച മണമൊക്കെ മാറി നല്ല മൂത്തൊരു മണം വരുന്നുണ്ട്. ഇതിലോട്ട് നമുക്കിനി എടുത്തു വെച്ചിരിക്കുന്ന 3/4 ഗ്ലാസ് വിനെഗിരി ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഉപ്പ് ഇത്തിരി കൂടിയിരുന്നാൽ നല്ലതാണ്. നല്ല പുളിപ്പുള്ള മാങ്ങയാണ്. ഇതിനെ തീ കൂട്ടി നമുക്കൊന്ന് തിളപ്പിക്കാം. ഇനി ഈ വിനെഗിരി മൊത്തം നല്ലോണം ഒന്ന് തിളച്ച് ഒന്ന് വറ്റി വരണം, വെള്ളം വറ്റി വരണം. അതുവരെ ഒന്ന് കുറുകുന്നത് വരെ ഇളക്കി കൊടുക്കുക. അരപ്പ് നല്ല കുറുകി വരുന്നുണ്ട്. ഇതിലോട്ട് നമുക്ക് 1.5 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനെ ഒന്ന് നന്നായിട്ട് ഇളക്കുക. അരപ്പ് ഒന്നുകൂടി ഒന്ന് കുറുകി വരാനുണ്ട്. അരപ്പൊക്കെ നല്ലതാണ് കുറുകിയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ മാങ്ങ ഇട്ട് കൊടുക്കുക. മാങ്ങ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇത് നല്ലതുപോലെ മിക്സാക്കി ഇട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമ്മൾ ഇടുന്നത് കടുക് ചതച്ചത് ഒരു 2 ടീസ്പൂൺ കടുക് ചതച്ചത് ഇടുക. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് വീണ്ടും മിക്സാക്കുക. ഉപ്പ് നോക്കിക്കൊള്ളണം. ഇതിന് നല്ല ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ട്. ഒന്ന് കുറച്ച് ഉപ്പ് കൂടുതൽ ഇട്ടിരിക്കുകയാണ്. പുളിയുള്ള മാങ്ങയുണ്ട്. അടിപൊളി മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എളുപ്പം തയ്യാറാക്കാവുന്നതാണ്. ഇത് ഒത്തിരി ദിവസം കേടുകൂടാതെ വെളിയിൽ തന്നെ വെച്ച് നമുക്ക് ഉപയോഗിക്കാം. ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കേണ്ട കാര്യമില്ല. നല്ല 2 ദിവസം കഴിയുമ്പം ഈ ഉപ്പും
എരിവും എല്ലാം പിടിച്ച് നല്ല ഗ്രേവിയോട് കൂടിയത് കിട്ടി. ഇപ്പം എന്താ ഗ്രേവി ഒട്ടുമില്ല. ഓക്കെ, താങ്ക് യു.